ശ്രീ എ.സി. മൊയ്തീൻ. സർ, കുടിവെള്ളത്തിനും ഭക്ഷണത്തിനുമുള്ള ലഭ്യതക്കുറവ് വനങ്ങളിലുള്ള വന്യമൃഗങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനും മനുഷ്യനുമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കുന്നതിന് ഈ പ്രശ്നങ്ങളോടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സർ അനിയന്ത്രിതമായ വംശവർദ്ധനവ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് പരിധിയിൽ നിന്ന് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ കൊണ്ടുവന്ന് കേന്ദ്ര വന നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സർ, ഇതിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം 1972 അന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായി വർത്തമാന കാലഘട്ടം വനമേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ കഴിയാതെ കാലഹരണപ്പെട്ടതാണ്. ആ കാലഹരണപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന ആവശ്യം പലപ്പോഴായി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഉന്നയിക്കുകയും കേരള നിയമസഭ തന്നെ ഒരു പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി കേന്ദ്ര ഭരണകൂടത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും മറ്റുദ്യോഗസ്ഥന്മാർക്കും നേരിട്ടും അല്ലാതെയും സമർപ്പിച്ചിട്ടുണ്ട്. സർ, ഇവിടെ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ദൗർഭാഗ്യവശാൽ നിഷേധാത്മകമായ നിലപാടാണ് ഇപ്പോഴും അവർ തുടരുന്നത്. പുതിയ ഗവൺമെൻറ് വന്ന പശ്ചാത്തലത്തിൽ പഴയതുപോലുള്ളൊരു കടുംപിടുത്തം ഉണ്ടാവുകയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരിവിടെ പറഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഭരണാധികാരികളെ സമീപിച്ച് തന്നെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താനാണ് വനം വകുപ്പും സർക്കാരും ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ അധിനിവേശ മരങ്ങളും സസ്യങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് തൈകളാണ് വനം വകുപ്പ് വനവൽക്കരണത്തിൻ്റെ ഭാഗമായൊക്കെ നാട്ടിൻ പുറത്തൊക്കെ വിതരണം ചെയ്യുന്നത്. അതിലിത് ഒഴിവാക്കിയിട്ടുണ്ടോ? ഈ ജൈവവൈദ്യ ശോഷണത്തിൻ്റെ ഭാഗമായി നമ്മളൊരു ഘട്ടത്തിൽ കണ്ടതാണ് കാവുകളുടെ സംരക്ഷണം. അതിനാവശ്യമായ പദ്ധതി ഇപ്പോൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വിശദമാക്കാമോ? സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചയിലും കാവുകളുടെ പ്രാധാന്യം നമുക്ക് മാറ്റി നിർത്താനാവുകയില്ല. അതുകൊണ്ട് തന്നെ കാവുകളുടെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഇനമായി വനം വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കത്തക്ക വിധത്തിലുള്ള സാമ്പത്തിക ലഭ്യത ഇപ്പോൾ കുറവാണ് എന്ന് എല്ലാവർക്കും അറിയുന്നത് ഞാൻ സൂചിപ്പിക്കുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി ഈ കാര്യത്തിൽ വരുത്തുന്ന ഉദാസീനത നമ്മുടെ ജൈവ സമ്പത്തിനെ സാരമായി ബാധിക്കുമെന്നതിനാൽ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ധനമന്ത്രിയും അത് ഗൗരവത്തിൽ തന്നെ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.